കേരള തീരത്തിന് അടുത്ത് തീ പിടിച്ച വാൻഹായ് കപ്പൽ മുങ്ങാൻ സാധ്യതയുണ്ട്. ജലനിരപ്പ് മുതൽ കപ്പലിന്റെ അടിത്തട്ട് വരെയുള്ള അകലം വർദ്ധിച്ചിരിക്കുകയാണ്. കപ്പലിൽ തീ പടരുകയാണ്. കപ്പലിലുള്ള വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്തത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, ഗുഡ് മോർണിംഗ്. കപ്പൽ അപകടാവസ്ഥയിലാണ്. ഈ കപ്പൽ കൂടുതൽ വെള്ളം കയറി ചെരിയാൻ ഉൾപ്പെടെയുള്ള സാധ്യത ഉണ്ടോ സഹിൻ? തീർച്ചയായിട്ടും തള്ളിക്കളയാൻ കഴിയില്ല. വലിയ അപകടാവസ്ഥയിലേക്കാണ് ഈ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വാൻഹായ് കപ്പൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, അതായത് ഇന്നലെയും അതിന് മുന്നത്തെ ദിവസവും ഈ വെള്ളം, അതായത് കപ്പലിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളം, അതിൻ്റെ ഉള്ളറകളിലുള്ള വെള്ളം പമ്പ് ചെയ്ത് കളയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കപ്പൽ ഇപ്പോഴും തീപടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം കപ്പലിന് നേരത്തെ തന്നെ ഒരു ചരിവ് സംഭവിച്ചിട്ടുണ്ട്. 15 ഡിഗ്രി ചരിഞ്ഞാണ് കപ്പൽ തീരത്ത് നിന്ന് മാറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ചരിവ് കൂടുതലായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകൾ കപ്പലിനുള്ളിലേക്ക് തന്നെ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. അത് കടലിലേക്ക് വീഴുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കണ്ടെയ്നർ ഈ കപ്പലിനുള്ളിൽ തന്നെ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. അതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, ഈ കപ്പലിൽ എന്താണ് ഉള്ളത് അത് ഇപ്പോഴും കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. അതിൽ വിഷകരമായ കെമിക്കലുകൾ ഉണ്ടോ എന്നുള്ള സംശയം ഇപ്പോഴും ഉണ്ട്. അത് കമ്പനി കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കസ്റ്റംസിന് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ മറ്റൊരു കാര്യം പറയുന്നത്, ഈ കപ്പലിൽ തീ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിലേക്ക് കെമിക്കൽ ഇടേണ്ടതുണ്ട്. മുകളിൽ നിന്ന് മാത്രം കെമിക്കൽ ഇടാൻ കഴിയുള്ളൂ. പക്ഷെ അതിട്ടാൽ പോലും കപ്പലിന്റെ ഭാരത്തിൽ വ്യത്യാസം വരും. നിലവിൽ സമുദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദ്രത്തിന്റെ അടിത്തട്ട് മുതൽ കപ്പൽ വരെയുള്ള അകലം വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ കപ്പൽ സുരക്ഷിതമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കപ്പൽ ഏത് സമയത്ത് വേണമെങ്കിലും കപ്പൽ തകരാം. ആ തകരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തീരത്ത് നിന്നും കപ്പലിന്റെ ഒരു അകലം, സമുദ്ര സാമ്പത്തിക അകലം, അല്ലെങ്കിൽ ആ മേഖലയിലേക്കുള്ള അകലം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ബില്ല്. ഓക്കെ, ആ കപ്പലിന്റെ അകലം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം കൂടുതൽ കയറുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ആ നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നത് കൊച്ചിയിൽ നിന്ന്.